വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മൾ സിയുടെ 2 പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 2 എക്സാമുകൾ നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനകത്ത് ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം, റിക്കേഴ്സീവ് ഫങ്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ എ. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾക്കറിയാം. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ നടക്കുമ്പം ഏത് രീതിയിലാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ നടക്കുന്നത്? ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതുവരെ ആ ഫംഗ്ഷനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേരിയബിളും ആ ഫംഗ്ഷൻ്റെ ബാക്കിയുള്ള സ്റ്റാറ്റസും എല്ലാം എന്ത് ചെയ്യും? ഒരു സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോഴാണ് ആ ഫംഗ്ഷനെ വീണ്ടും ഒന്നും കൂടെ കോൾ ചെയ്യാൻ പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻ ഏതാണോ, എത്രാമത്തെ ഫംഗ്ഷനാണോ, അതിൻ്റെ വേരിയബിൾസും വാല്യൂസും എല്ലാം കൂടെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. വീണ്ടും ഫംഗ്ഷൻ കോൾ നടക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻ ഏതാണോ അത് ആ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് എല്ലാം കൂടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ എത്ര വട്ടം കോൾ ചെയ്യപ്പെടുന്നോ അവസാനം ഒരു എക്സിറ്റ് കണ്ടീഷൻ കാണും റിക്കേഴ്സീവ് ഫംഗ്ഷന്. അങ്ങനെ എക്സിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് എക്സിറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റാക്കിൽ നേരത്തെ ഇട്ടിരുന്ന അല്ലെങ്കിൽ റിമൈനിങ് ചെയ്യേണ്ട ഓരോ ഫംഗ്ഷനിലും റിമൈൻ ചെയ്യുന്ന കോഡുകൾ എന്തൊക്കെയാണോ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണം നിർത്താൻ, അല്ലേ? ഇടയ്ക്കിട്ടല്ലേ നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ വന്ന് പോയത്. അത് തിരിച്ചു വരും, ഓരോ ഫംഗ്ഷനും കംപ്ലീറ്റ് ചെയ്യും, അല്ലേ? കംപ്ലീറ്റ് ചെയ്ത് അപ്പം ഒരു സ്റ്റാക്കിനകത്ത് നമ്മളെന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡർ, അല്ലേ? സ്റ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലായിരിക്കും റിക്കേഴ്സീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? റിക്കേഴ്സീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓരോ വട്ടവും ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ അവിടെ സ്റ്റോർ ചെയ്ത് പോകും. ലാസ്റ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് അടുത്ത ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ഫസ്റ്റ് കോൾ ചെയ്ത ഫംഗ്ഷൻ ഏറ്റവും അവസാനമായിരിക്കും എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. Okay. Which is the format modifier used for signed int in C program? Signed int എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ തന്നെയാണ്. signed int ഇൻറ്റിജറിനെ തന്നെയാണ്. signed int എന്ന് വെച്ചാൽ അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു signed int. സോ signed int റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻറ്റിജറിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. സോ %d എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ്, നമ്മൾ ഫോർമാറ്റ് മോഡിഫയർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെ %c ക്യാരക്ടറിൻ്റെ ആണ്, %u അൺസൈൻഡ് ഇൻ്റ് ആണ്, പെർസെൻറ്റേജ് സ്മോൾ എൽ ഡി ഉണ്ട്, ക്യാപിറ്റൽ എൽ ഡി ഉണ്ട്. എന്താണ് ക്യാപിറ്റൽ എൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്മോൾ എൽ ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡബിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ എൽ ഡി എന്ന് പറഞ്ഞാൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ലോങ് ഡബിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോർമാറ്റ് മോഡിഫയേഴ്സ് ഒന്ന് നോക്കണം. ഫോർമാറ്റ് മോഡിഫയേഴ്സ് പലതിനുണ്ട്. %o ഉണ്ട്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. %o ഉണ്ട്, %x ഉണ്ട്, അത് തന്നെ %X ഉണ്ട്. o എന്താണ്? ഒക്ടലിനെ, അതേപോലെ തന്നെ %x എന്താണ്? സ്മോൾ x ആണെങ്കിൽ ഹെക്സാഡെസിമലിൻ്റെ സ്മോൾ ഹെക്സാഡെസിമൽ എന്താണെന്ന് അറിയാമല്ലോ. കാര്യം ഹെക്സാഡെസിമലിനകത്ത് സ്മോൾ ലെറ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട്, സ്മോൾ ABCD യൂസ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ ABCD യൂസ് ചെയ്യാറുണ്ട്. ക്യാപിറ്റൽ ABCD പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ X, സ്മോൾ ABCD ആണ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമയം കളയണ്ട. Which is the format modifier used for double in C++? ഡബിളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡബിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്മോൾ LF ആണ്, അല്ലേ? ഡബിളിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? സ്മോൾ LF ആണ്. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, സ്മോൾ ഡബിൾ എഫ്. ഓക്കെ, LD അല്ല, ഇത് തെറ്റാണ് കേട്ടോ. LD അല്ല, സോറി, LF ആണ് ഞാൻ ഉദ്ദേശിച്ചത്, LF. ഓക്കെ, അപ്പം എന്താണ് മോഡിഫയർ ഏതാണ്? ഡബിൾ, അല്ലെ? ഡബിളിന് വേണ്ടി യൂസ് ചെയ്യാൻ ഡി നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഡി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഡി യൂസ് ചെയ്യുന്നത് ഇൻറ്റിജറിന് വേണ്ടിയാണ്. ഇത് ഫ്ലോട്ടിന് വേണ്ടിയാണ്. അതുകൊണ്ട് LF കേട്ടോ, LD അല്ല, സോറി. നേരത്തെ പറഞ്ഞതിനകത്ത് LD എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി. LD എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. LF, അല്ലേ? എഫ് ഫ്ലോട്ട്, ഇതെന്താണ്? ഡബിള്, അതേപോലെ എന്താണ്? ഇത് ലോങ് ഡബിൾ. ഓക്കെ. Which is the format modifier used for long double? ലോങ് ഡബിളിന് വേണ്ടി എന്താണ്? ഏത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്യുന്നത്? ലോങ് ഡബിളിന് വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. എന്താണ്? ക്യാപിറ്റൽ LF. LD അല്ല, LF കേട്ടോ. LD അല്ല, LF ആണ്. What does not the size of operator returns in C? സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം.
ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് കണ്ടുപിടിക്കുക, വേരിയബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കുക, അങ്ങനെ ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് അല്ലെങ്കിൽ മെമ്മറി സൈസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇതിനകത്ത് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറേയുടെ സൈസ് കണ്ടുപിടിക്കാം, വേരിയബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കാം, പോയിന്ററിൻ്റെ സൈസ് കണ്ടുപിടിക്കാം. പക്ഷേ ഒരു ഫംഗ്ഷൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് ഡസ് നോട്ട് ദ സൈസ് ഓഫ് ഓപ്പറേറ്റർ റിട്ടേൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫംഗ്ഷൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആൻസർ ഡി ആണ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ഓപ്പറേറ്റ് അപ്പോൺ. ബിറ്റ്വൈസ് ഓപ്പറേറ്റർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്താണ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റ് അതേപോലെ ക്യാർ ഡേറ്റ ടൈപ്സിനകത്ത്. ഇൻറ്റിനകത്തും ക്യാറിനകത്തുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിറ്റ്വൈസ് ഓപ്പറേറ്റ്. ഇൻസ് കാർസ് എന്ന് എഴുതിയേക്കുന്നല്ല, ഇൻറ്റ് ആൻഡ് ക്യാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻറ്റും ക്യാറിനും മാത്രമാണ് അല്ലേ. ഈ ക്യാരക്ടറിനകത്ത് നമുക്ക് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ക്യാരക്ടറിനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ എഴുതുന്ന സിംഗിൾ ക്യാരക്ടറുകളെയാണ്. ക്യാരക്ടറുകളെ എപ്പോഴും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ആസ്കി വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ആസ്കി വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ഈ ക്യാരക്ടർ യഥാർത്ഥത്തിൽ ഇൻറ്റിജർ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ക്യാരക്ടർ. ഒരു 1 ബൈറ്റ് മെമ്മറി ലൊക്കേഷനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂ എന്താണോ ആ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടുകയും ഒരു ഇൻറ്റിജർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ നമുക്ക് ഈ ക്യാരക്ടറിനെ ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, അഡീഷൻ ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്പറേഷൻസ് നമുക്ക് ഈ ക്യാരക്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ഏതിനകത്തൊക്കെയാണ് ചെയ്യുന്നത്, ഇൻറ്റിജറിനകത്തും ക്യാരക്ടറിനകത്തും ആയിരിക്കും ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ. ഇൻ സി വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡബിൾ ഡീഫോൾട്ട് കേസ് ഈസ് മിസ്സിംഗ്. ഒരു സ്വിച്ചിനകത്ത് ഡീഫോൾട്ട് കേസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത്? ഡീഫോൾട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം സ്വിച്ചിൻ്റെ ഏറ്റവും അവസാനം കേസുകളൊന്നും ട്രൂ ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതി വെക്കുന്നതാണ് ഡീഫോൾട്ട്. ആ ഡീഫോൾട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡീഫോൾട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. ഡീഫോൾട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്വിച്ച് വർക്ക് ചെയ്യും, പക്ഷേ ഡീഫോൾട്ട് കണ്ടീഷൻ ഇല്ലാതെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കേസ് ഒന്നും ട്രൂ ആവുന്നില്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല മാത്രമേ ഉള്ളൂ. കേസ് ഏതെങ്കിലും ട്രൂ ആവുന്നുണ്ടെങ്കിൽ ആ കേസിനനുസരിച്ചുള്ള ടാസ്ക് പെർഫോം ചെയ്യും. കേസ് ഒന്നും ട്രൂ ആവുന്നില്ല എങ്കിൽ അവിടെ ഡീഫോൾട്ട് ഇല്ലാത്തതുകൊണ്ട് ഡീഫോൾട്ട് എന്താണ് ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. സോ ആൻസർ ബി ആണ്. ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. ഇൻ സി പാരാമീറ്റേഴ്സ് ആർ ഓൾവേസ്. സിക്കകത്ത് പാരാമീറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇനി ഓർ ഓൾവേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ഡീഫോൾട്ട് എന്നല്ല പറയുന്നത്, ഓർ ഓൾവേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിക്കകത്ത് പാരാമീറ്റർ ഓൾവേസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സി ആണ് ഉത്തരം. എന്താണ്? നോൺ പോയിന്റർ വേരിയബിൾസ് ആർ പാസ്ഡ് ബൈ വാല്യൂ. നോൺ പോയിന്റർ വേരിയബിൾ എപ്പോഴും വാല്യൂ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. പോയിന്റർ വേരിയബിൾസ് പാസ്ഡ് ബൈ റെഫറൻസ്. പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ റെഫറൻസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഇതിനകത്ത് പെട്ടെന്ന് ഒരു ഉത്തരം, ഈ എ എന്ന് പറയുന്ന ഈ ഒന്നാമത് ഓപ്ഷൻ എ തന്നെ ഇട്ടിട്ടുണ്ട്. പലരും എ ചാടിക്കയറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ വായനയിലാണെങ്കിൽ, കൂടുതൽ വായിക്കാതെ ആണെങ്കിൽ ചാടിക്കയറി എ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് എ എന്ന് പറയുന്ന ഓപ്ഷന് കിടക്കുകയും കൂടെ ചെയ്യുന്നു. പക്ഷേ ഈ ചോദ്യം ഇൻ സി പാരാമീറ്റർ ആർ ഡീഫോൾട്ട് എന്നായിരുന്നുവെങ്കിൽ, ഓൾവേസ് അല്ല ഡീഫോൾട്ട് എന്നായിരുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പാസ് ബൈ വാല്യൂ എന്ന് എഴുതാമായിരുന്നു. ഡീഫോൾട്ട് എന്നായിരുന്നെങ്കിൽ, കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഫോൾട്ട് എന്നായിരുന്നുവെങ്കിൽ പാസ് ബൈ വാല്യൂ എഴുതാമായിരുന്നു. ഡീഫോൾട്ട് അല്ല ഇവിടെ ചോദ്യം, ഓൾവേസ് എന്നുള്ള ചോദ്യമാണ്. സോ ആൻസർ ഇവിടെ സി ആണ്. ഓക്കെ ആണല്ലോ, അത് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ പെട്ടെന്ന് എററാണെന്ന് തോന്നും, എന്നാൽ എററല്ല ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ പ്രിന്റ് എഫിനകത്ത് ഒരു മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ആണ് അല്ലേ. മെയിൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ആണ്. ആ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേരാണ് മെയിൻ ആണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. സോ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്തിരിക്കുന്ന അതായത് മെയിൻ ഫംഗ്ഷനിൽ വെച്ചിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ടാവും. ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു അഡ്രസ് ആയിരിക്കും. ഫംഗ്ഷന്റെ പേര് എവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും ഫംഗ്ഷന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ ബിഗിനിങ് അഡ്രസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പം മെയിൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? അതിന്റെ ബിഗിനിങ് അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷന്റെ പേര് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് എഴുതുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഫംഗ്ഷന്റെ കോളാണ് നടക്കുന്നത്. അതായത് ഈ പാരാന്തസിസ് കൂടി ഇവിടെ എഴുതുന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ കോളാണ്. പാരാന്തസിസ് ഇല്ല, ഇവിടെ ഫംഗ്ഷന്റെ നെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫംഗ്ഷന്റെ അഡ്രസ് ആണ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. ഫംഗ്ഷൻ അഡ്രസ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യപ്പെടുന്ന മെമ്മറിയുടെ ബിഗിനിങ് അഡ്രസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ അഡ്രസ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ആണ് ഉത്തരം.
ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സി പ്രോഗ്രാം. നിങ്ങൾ ചെയ്തതാണിത്. അപ്പോൾ ഈ സി പ്രോഗ്രാമിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദ എബോവ് കോഡ് കമ്പൈൽ വിത്തൗട്ട് എനി എറർ ഓർ വാർണിംഗ് ഇഫ് ലൈൻ 1 ഈസ് ഡിലീറ്റഡ് ദ എബോവ് കോഡ് വിൽ ഷോ. അതായത് ഈ കോഡ് ഇപ്പം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ലൈൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത സി പ്രോഗ്രാമാണ്. സി പ്രോഗ്രാമിനകത്ത് ഈ ലൈൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളതാണ്. ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പൈലർ എറർ പ്രൊഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് മസ്റ്റായിട്ടും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് എഴുതിയിരിക്കണം. ഫംഗ്ഷൻ കോൾ ഇവിടെയാണ് നടത്തിയിരിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ഇവിടെയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എവിടെ ഉണ്ടായിരിക്കണം? അതിന് മുകളിൽ. അതായത് പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫംഗ്ഷൻ ഡിക്ലറേഷനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആദ്യം എഴുതണം. അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എവിടെയായിരിക്കണം? ഈ മെയിനിൻ്റെ മുകളിലായിരിക്കണം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എവിടെയായിരിക്കണം? ഈ മെയിനിൻ്റെ മുകളിലായിരിക്കണം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ മുകളിലല്ല, ഫംഗ്ഷൻ ഡെഫിനിഷൻ താഴെയാണ്. പ്രോട്ടോടൈപ്പ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എറർ വരും. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡി ആണ്, കമ്പൈലർ എററാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഡി ആണ്, കമ്പൈലർ എററാണ്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സി ഫംഗ്ഷൻ. അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു എക്സ്ചേഞ്ച് ദ വാല്യൂ ഓഫ് ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ. അപ്പം ഇത് നോക്കുക, കോൾ സ്വാപ്പ് എക്സ് വൈ. അതേപോലെ തന്നെ എന്താണ്? കാൾ സ്വാപ്പ് ആം. അപ്പോൾ ഇൻ ഓർഡർ ടു എക്സ്ചേഞ്ച് ദ വാല്യൂ ഓഫ് ടു വേരിയബിൾ എക്സ് ആൻഡ് വൈ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സ്വാപ്പ് ചെയ്യണമെങ്കിൽ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സ്വാപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കോൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ സ്വാപ്പിംഗ് എന്തല്ല? പോസിബിൾ അല്ല അല്ലേ? ഇവിടെ സ്വാപ്പിംഗ് പോസിബിൾ ആണ്. ഇത് സി ഫംഗ്ഷൻ ആണ്, പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? സി ഫംഗ്ഷൻ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സി ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എക്സും വൈ എന്ന് പറയുന്ന രണ്ട് എക്സ്റ്റേണൽ വേരിയബിൾ ആണ്. ആ എക്സ്റ്റേണൽ വേരിയബിളിൻ്റെ വേരിയബിൾ സ്വാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യണം? അഡ്രസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അഡ്രസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് എന്തായിരിക്കണം? പോയിന്റർ വേരിയബിൾ ആയിരിക്കണം. ഇവിടെ റിസീവ് ചെയ്യുന്ന പോയിന്റർ വേരിയബിൾ ആണോ? പോയിന്റർ വേരിയബിൾ അല്ല. ഇവിടെ ഒന്നും യൂസ് ചെയ്തേക്കുന്ന പോയിന്റേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ രണ്ട് വേരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്വാപ്പ് എക്സ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കനോട്ട് ബി യൂസ്ഡ് ആസ് ദ പാരാമീറ്റർ ആർ പാസ്ഡ് ബൈ എ വാല്യൂ അല്ലെ? വാല്യൂ ആയിട്ടുകൊണ്ട് പാസ് ചെയ്തുകൊണ്ട് വാല്യൂ പാസിങ്ങിലൂടെ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിനെ സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുത്ത് എന്താണ്? റെഫറൻസ് പാസ് ബൈ റെഫറൻസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പാസ് ബൈ റെഫറൻസ് ആവണമായിരുന്നെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കണമായിരുന്നു? കൃത്യമായിട്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്. ഇത് സി ഫംഗ്ഷൻ ആണെന്ന് അഗെയിൻ പറയുന്നുണ്ട്. സി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓക്കെ ആണല്ലോ. മറ്റു ചില ഫംഗ്ഷനകത്ത് അങ്ങനെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നോക്കുക, അടുത്തൊരു പ്രോഗ്രാം പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഫോളോയിങ് സി പ്രോഗ്രാം. ഇവിടെ നോക്കുക, ഇവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. ക്യാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, അതിനകത്തേക്ക് ഞാനൊരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്റ്റോർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിനകത്ത് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വേരിയബിളിനകത്ത് നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിനെ ഒരു 1 ബൈറ്റ് ലൊക്കേഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 1 ബൈറ്റിനകത്ത് സൈസിലുള്ള ഏതൊരു നമ്പർ വാല്യൂ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യുമ്പം ഒരു 0 ഇട്ടിരിക്കുന്നു. 0 സാധാരണഗതിയിൽ ഈ 0 വലിയ എഫക്റ്റ് ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 12 ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കും. യെസ്, 12 ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, 1 2 ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ 0യ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒക്ടൽ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്? ഒക്ടൽ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 0 നമ്മൾ ഒക്ടൽ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ 0 യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻറ്റിജർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് %d യൂസ് ചെയ്യുന്നത്. അതായത് ഒക്ടലായിട്ടുള്ള 12നെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തായിരിക്കും പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഒക്ടൽ 12 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ 10ന് തുല്യമാണ്. സോ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? 10 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇപ്പം 0 ഇല്ലായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് 12 തന്നെ പ്രിൻറ്റ് ചെയ്തേനെ. ഇവിടെ 0 ഉള്ളത് കൊണ്ട് ഇതൊരു ഒക്ടൽ നമ്പറായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആ ഒക്ടലിനെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന %d ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ %o ആയിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് 12 തന്നെ പ്രിൻറ്റ് ചെയ്തേനെ. %d ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. %d യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഒക്ടൽ നമ്പറിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഒക്ടൽ നമ്പറിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 10 എന്നുള്ളതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻറ്റിജർ വാല്യൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത എന്താ സംഭവിച്ചിരിക്കുന്നത്? അടുത്തത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ i പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കുമായിരിക്കും.
പക്ഷേ ഇവിടെ ഒരു എററാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. നോക്കിയേ, പ്രോഗ്രാം നിങ്ങൾ കണ്ടതാണല്ലോ, പരീക്ഷ എഴുതിയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് എറർ വരുന്നത്? ഇത് എറർ വരാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയേ, ഈ ലൈൻ ഇതൊരു സിൻടാക്സ് കറക്റ്റ് ആണോ? ഈ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് കറക്റ്റ് ആണോ? അല്ല. വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1 കോമ 2 എന്ന് പറഞ്ഞു. ഇവിടെ കോമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു വേരിയബിൾ ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്നു, ആദ്യം വേരിയബിളിനകത്ത് ഒരു ഇനിഷ്യലൈസേഷൻ നടക്കുന്നു, കോമ ഇട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു വേരിയബിൾ ആണ്, അത് കഴിഞ്ഞാൽ അടുത്തൊരു വേരിയബിൾ ആണ്. അപ്പം ഇവിടെ നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഐഡന്റിഫയറിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ വേരിയബിൾ? പറ്റില്ല. അപ്പം ഇവിടെ സിൻടാക്സ് എററാണ്. നമുക്ക് എന്താണ് വേരിയബിൾ ക്രിയേഷനകത്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കോമ ഓപ്പറേറ്റർ വേറെ പലയിടത്ത് യൂസ് ചെയ്യും. ഓക്കെ, ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് കോമ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റർ ആയിട്ടാണ്, അല്ലാതെ ഓപ്പറേറ്റർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. സോ സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സിൻടാക്സ് അനുസരിച്ച് ഇവിടെ വേരിയബിൾ നെയിമുകളാണ് വരേണ്ടത്. വേരിയബിൾ നെയിമുകൾ വരുമ്പോൾ വേരിയബിൾ നെയിമിൻ്റെ റൂൾസ് നമുക്കറിയാം. എങ്ങനെയാണ് അത്? നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ അടുത്തത് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പം ഇവിടെ ഇൻറ്റ് 3 ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 3 നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. ഐയിലേക്ക് 3 സ്റ്റോർ ചെയ്യുന്നു. ++i നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4 ആവുന്നു. പിന്നെ ഒരു ++ നടക്കുമ്പോൾ 5 ആവുന്നു. അങ്ങനെ 5 പ്രിൻറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഓപ്പറേറ്ററിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. എപ്പോഴും ഈ ++ ഓപ്പറേറ്റർ ഇവിടെ i++ നടന്നു എന്ന് വിചാരിക്കുക. i++ നടക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഇത് 3 4 ആയെന്ന് വിചാരിക്കുക. എന്നിട്ട് 4++ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാര്യം എപ്പോഴും ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ചെയ്യാൻ കഴിയുന്ന എന്തിനോടൊപ്പം മാത്രമാണ്? വേരിയബിളിനോടൊപ്പം മാത്രമാണ്. ഒരു വേരിയബിളിനോടൊപ്പം മാത്രമേ നമുക്ക് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്ക് വാല്യൂസിനോടൊപ്പം ഒരു കാരണവശാലും നമുക്ക് ഇൻക്രിമെൻ്റ് ഒരു ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ ഉണ്ടാകുന്നത് കമ്പൈൽ ടൈം എററാണ്. ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? കമ്പൈൽ ടൈം എററാണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്? അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേരിയബിളിൻ്റെയും പോയിന്ററിൻ്റെയും അറേയുടെയൊക്കെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? അസ്യൂം സൈസ് ഓഫ് ദ ഇൻറ്റീജർ ഈസ് 4. ഇൻറ്റീജറിൻ്റെ സൈസ് 4 ആണ്. 4 ബൈറ്റ് ആണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് എബോവ് പ്രോഗ്രാം? എബോവ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിനകത്ത് ആദ്യം കിടക്കുന്ന വേരിയബിളിൻ്റെ സൈസ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സൈസ് ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ആ വേരിയബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. അല്ല സൈസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനകത്തുള്ള എക്സിക്യൂഷൻ, അതിനകത്തുള്ള അരിത്തമെറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷനോ ലോജിക്കലോ എക്സിക്യൂഷൻസ് ഒന്നും അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തില്ല. സൈസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് അനുസരിച്ച് സൈസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ആദ്യം എന്താണോ കിടക്കുന്നത് അതിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. സോ കെയുടെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. കെ എന്ന് വെച്ചാൽ ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജറിൻ്റെ സൈസ് 4 ബൈറ്റ് ആയതുകൊണ്ട് 4 എന്ന് അവിടെ പ്രിൻറ്റ് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് രണ്ടാമത് കെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? 15. അപ്പോൾ 4 15 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്തില്ല. സൈസ് ഇവിടെ ആദ്യം കിടക്കുന്ന ഓപ്പറാൻഡിൻ്റെ സൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഇത് നമ്മൾ പറയുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻസ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ എന്താണ്? 4 15 ആയിരിക്കും. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം? ഫോളോയിങ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് ബി വന്നത് നോക്കാം. ഇവിടെ എയുടെ വാല്യൂ 1 ആണ്. എയുടെ വാല്യൂ 1 ആണ്. ബിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. രണ്ടിനകത്ത് 1 ഉണ്ട്. എന്നിട്ട് എ ഓർ മൈനസ് ബി എന്ന് പറയുമ്പം ഇവിടെ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ട്രൂ ആയതുകൊണ്ട് പിന്നെ ഇപ്പുറത്തെ ഓപ്പറേഷൻ ചെയ്യത്തില്ല, റൈറ്റ് സൈഡിലത്തെ ഓപ്പറേഷൻ ചെയ്യത്തില്ല. ഇവിടെ പലമാതിരി ഡൗട്ടുകൾ ഉണ്ടാവും. പലരും എന്നോട് ഡൗട്ട് ചോദിച്ചതും ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്.
ഇവിടെ യഥാർത്ഥത്തിൽ മൈനസ് മൈനസ് അല്ലെങ്കിൽ ഈ ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനല്ലേ പ്രസിഡൻസ് കൂടുതൽ, ആ പ്രസിഡൻസ് കഴിഞ്ഞല്ലേ ഓർ ഓപ്പറേറ്റർ ചെയ്യേണ്ടത്. പ്രസിഡൻസ് റൂൾ പഠിച്ചപ്പോൾ അങ്ങനെയല്ലേ പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ്, ആദ്യം മൈനസ് മൈനസ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഡിക്രിമെന്റ് നടന്നതിന് ശേഷം മാത്രമല്ലേ ഓർ ഓപ്പറേറ്റർ വർക്ക് ചെയ്യൂ, പ്രസിഡൻസ് അപ്പം ഫോളോ ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രസിഡൻസ് റൂളൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ആൻഡ് ഓർ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്ററിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇത് നമ്മുടെ കമ്പൈലർ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷനാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്ററിനെ മിക്കവാറും പെർഫോം ചെയ്യുന്നത്. പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ലോജിക്കൽ ഓറോ അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ കമ്പൈലർ ഇതൊരു കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ഓപ്പറേഷൻ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ഓപ്പറാൻഡ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് 1 ആണ് എങ്കിൽ, അതിൻ്റെ റിസൾട്ട് 1 എന്ന് വെച്ചാൽ ട്രൂ ആണ് എങ്കിൽ, ട്രൂ വരുന്ന 1 അല്ലെങ്കിൽ 0 അല്ലാത്തൊരു വാല്യൂ ആണ് എങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഇപ്പുറത്തേക്കുള്ള എക്സിക്യൂട്ട് ചെയ്യത്തില്ല. എന്തിനാണ് ചെയ്യുന്നത്? കാര്യം ഇതിൻ്റെ റിസൾട്ട് എപ്പോഴും ഓർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എപ്പോഴും 1 അല്ലെങ്കിൽ 0 ആണ് ഉണ്ടാവുന്നത്. ട്രൂ ഓർ ഫാൾസ് ആണ് അല്ലേ. ഓർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന റിസൾട്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നടക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറാൻഡ് അതിൻ്റെ റിസൾട്ട് ട്രൂ ആണ് എങ്കിൽ, ട്രൂ എന്ന് വെച്ചാൽ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അടുത്ത ഇതിൻ്റെ ഓറിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എക്സ്പ്രഷനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. അതിനെ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻസ് എന്നാണ്. അപ്പം ഈ ആൻഡ് ഓറും അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതൊരു കമ്പൈലർ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ സ്പീഡിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷനെ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് 0 ഇൻറ്റു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഏതോ വലിയ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തു പോലും നോക്കേണ്ട കാര്യമില്ല. എൻ്റെ റിസൾട്ട് 0 ആയിരിക്കും നമുക്കറിയാമല്ലോ. എന്താണ് വളരെ എളുപ്പത്തിൽ അറിയാം. 0 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്തിനാണ് അത്രയും വലിയ എക്സ്പ്രഷൻ? അതിന് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്ന ഫീച്ചറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഇത് ട്രൂ ആണെങ്കിൽ പിന്നെ ഓറിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇനി അപ്പുറത്ത് എന്ത് ട്രൂ ആയാലും ഫോൾസ് ആണെങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ട്രൂ ആണെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവിടെ നിർത്തുന്നത്. സോ എയുടെ വാല്യൂ 1 ആയത് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മൊത്തത്തിൽ ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് 1 ആയിട്ട് വരും എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് അത് അവിടെ വെച്ച് നിർത്തപ്പെടുന്നത്. സോ സിയിലേക്ക് 1 വരും. ട്രൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 1ഉം ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 0 ആണ്. അതേപോലെ തന്നെ അടുത്തതിനകത്ത് എന്താ നടക്കുന്നത്? എ മൈനസ് മൈനസ്. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. എയുടെ വാല്യൂ 1. ആ 1 ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. 1 ആണ് കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? മൈനസ് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുന്നത്. സോ 1 ഇവിടെ എന്താണ്? ട്രൂ ആയിട്ടാണ് എടുക്കുന്നത്. 1നെ ട്രൂ ആയിട്ടാണ് എടുക്കുന്നത്. ആ ട്രൂ എന്ന് പറയുന്ന വാല്യൂ കമ്പയർ ചെയ്യാൻ എടുത്തതിന് ശേഷം, അപ്പോൾ ട്രൂ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പുറത്തൂടെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം ഇവിടെ 0 ആവുന്നുണ്ട്. കമ്പാരിസന് വേണ്ടി 1 എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മൈനസ് മൈനസ് ബി ചെയ്യും. മൈനസ് മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. മൈനസ് മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. സോ എന്ത് സംഭവിക്കുന്നു? അപ്പം ഡിയിലേക്ക് എന്ത് സംഭവിക്കും? ഡിയിലേക്ക് 0 എന്ന് പറയും. കാരണം ആൻഡ് ഓപ്പറേഷൻ അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 0 കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ട് എന്താവും? 0 ആയിട്ട്. ഇവിടെ മൈനസ് മൈനസ് ചെയ്തിട്ടാണ് കമ്പാരിസന് വേണ്ടി എടുക്കുന്നത്. സോ 0 ആക്കിയതിന് ശേഷമാണ് കമ്പാരിസന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഡിയിലേക്ക് വരുന്നത്. ഇനി ഓരോന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇനി എന്തൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? എ പ്രിൻറ്റ് ചെയ്യുന്നു, ബി പ്രിൻറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ സി പ്രിൻറ്റ് ചെയ്യുന്നു, ഡി പ്രിൻറ്റ് ചെയ്യുന്നു. എയും ബിയും സിയും ഡിയും പ്രിൻറ്റ് ചെയ്യുമ്പം അതിനകത്ത് സി മാത്രമാണ് 1, ബാക്കിയുള്ള എല്ലാം 0 ആണ്. സി മാത്രം 1, ബാക്കിയുള്ള എല്ലാം 0 ആയിട്ട് ബി ആണ് ഉത്തരം കിടക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ബി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻ്റെ എന്താണ് അത് സംഭവിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. An array element are always stored in dash memory location. എലമെൻറ്റുകൾ ഏത് മെമ്മറി ലൊക്കേഷൻ നമ്മൾ അറിയാം. അറേയിലെ 2 ഡയമെൻഷൻ ആണെങ്കിലും 1 ഡയമെൻഷൻ ആണെങ്കിലും 3 ഡയമെൻഷൻ ആണെങ്കിലും അറേ എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്താണ്? സീക്വൻഷ്യൽ ഓർഡറിലാണ് അല്ലേ. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് 2 ആണെങ്കിലും 1 ആണെങ്കിലും 3 ആണെങ്കിലും എല്ലാം അറേ എലമെൻറ്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെയാണ്. വാട്ട് വിൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? താഴെ കാണുന്ന സി കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം. ഇവിടെ ഒരു മെമ്മറി ഇവിടെ ഒരു ഇവിടെ മെയിൻ പ്രോഗ്രാം, അതിനകത്തൊരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിനകത്ത് ആണ് ഹലോ വേൾഡ് വർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഹലോ വേൾഡ് അത് കഴിഞ്ഞ് വൈ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും.
എന്നിട്ട് y. അപ്പോൾ ഇന്നർ ബ്ലോക്കിനകത്തുള്ള വേരിയബിൾ ഇപ്പോൾ y നോക്കും. y ഇവിടെ അവൈലബിൾ ആണെങ്കിൽ, ഇന്നർ ബ്ലോക്കിനകത്ത് y അവൈലബിൾ ആണെങ്കിൽ ആ y എടുക്കും. ഈ y അവൈലബിൾ അല്ലെങ്കിൽ ഔട്ടർ ബ്ലോക്കിനകത്ത് y എടുക്കും. ഓക്കെ ആണല്ലോ. സ്റ്റാറ്റിക് സ്കോപ്പിംഗ് ആണ്. സ്റ്റാറ്റിക് സ്കോപ്പിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റിനകത്ത് സ്കോപ്പിനകത്ത് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എറർ ഒന്നും ഉണ്ടാക്കത്തില്ല. 2 ബ്ലോക്ക് ആയതുകൊണ്ട് ഒരേ പേരിൽ മെമ്മറി വേരിയബിൾ വരുന്നുണ്ട്, എറർ ഒന്നും ഉണ്ടാകത്തില്ല. സോ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് 34 എന്ന് പ്രിന്റ് ചെയ്യും. സോ ആൻസർ ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ, ആൻസർ ബി ആയിരിക്കും. ഓക്കെ, വാട്ട് വിൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? സി കോഡിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. കോൺസ്റ്റന്റ് പി. അപ്പോൾ ഇവിടെ നോക്കുക, കോൺസ്റ്റന്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കോൺസ്റ്റ് ഇൻറ്റു പി. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് പി ഇസ് ഈക്വൽ ടു 4 പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പി ഇസ് 4 എന്ന് പ്രിൻറ്റ് ചെയ്യുമോ, അതോ ഇതൊരു കമ്പൈലേഷൻ എററാണ് ഉണ്ടാകുന്നത്. ഇതൊരു കമ്പൈലേഷൻ എററാണ് ഉണ്ടാകുന്നത്. കാര്യം ഒരു കോൺസ്റ്റന്റ് വേരിയബിളിനകത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? കോൺസ്റ്റന്റ് വേരിയബിളിനകത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു അസൈൻമെൻറ്റ്, ഡീഫോൾട്ട് ഒരു അസൈൻമെൻറ്റ് നടക്കും. നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു അസൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. ആ അസൈൻമെൻറ്റ് 0 ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഒരു റീ അസൈൻ ചെയ്യാൻ കഴിയത്തില്ല. കോൺസ്റ്റ് എന്ന് നമുക്ക് ഒന്നുകിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് അസൈൻ ചെയ്യാമായിരുന്നു. ഇവിടെ വെച്ച് അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 4 അസൈൻ ചെയ്യാമായിരുന്നു. അതിന് എററില്ല. പക്ഷേ അസൈൻമെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ പിക്കകത്തൊരു വാല്യൂ അസൈൻ ആവുന്നുണ്ട്, ഡീഫോൾട്ടായിട്ട് അസൈൻ ആവുന്നുണ്ട് 0. അതിനെയാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് പിന്നീട് അതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ ഒരു എറർ ഉണ്ടാവും. കമ്പൈൽ ടൈം എറർ എന്ന് പറയുന്ന എറർ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. വാട്ട് വിൽ ദ ഔട്ട്പുട്ട്? അടുത്ത ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 ആണ്. എങ്ങനെയാണ് 10 വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇതാണ് മെയിൻ, ഇതാണ് ഇന്നർ ബ്ലോക്ക്. സോ കെ, ഇവിടെ ഒരു കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഇവിടെ അനദർ കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എറർ ഒന്നും വരത്തില്ലെന്ന് നമുക്കറിയാം. സോ ഇവിടെ കെയുടെ വാല്യൂ 0 ആണ്, കെ ലെസ് ദാൻ 10 ആണ്, എന്നിട്ട് കെ പ്ലസ് പ്ലസ് ആണ്. എന്നിട്ട് കെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു സെമിക്കോളൻ കിടക്കുന്നുണ്ടോ? ഈ സെമിക്കോളൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. സെമിക്കോളൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫോർ ലൂപ്പിന് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്യുന്നു എന്നല്ല മീൻ ചെയ്യേണ്ടത്. ആ ലൂപ്പ് കൃത്യമായിട്ട് ഈ ബോഡി ഇല്ലാത്ത ലൂപ്പ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ബോഡി ഇല്ലാത്ത ലൂപ്പ്, അതായത് ഈ ലൂപ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇതിനെ ഈ താഴത്തെ ലൈനിനെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഇതിന് ബോഡി ഇല്ലാത്ത ലൂപ്പാണ്. അപ്പോൾ ഈ കെ കൂടിക്കൊണ്ടേയിരിക്കും. കെയുടെ വാല്യൂ കൂടി കെയുടെ വാല്യൂ എവിടെയാണോ കെ ലെസ് ദാൻ 10 എന്ന് വെച്ചാൽ എന്താണ്? 9 ആകുമ്പോഴും ഒന്നും കൂടെ വർക്ക് ചെയ്യും, 10 ആയിട്ട് മാറും. കെയുടെ വാല്യൂ 10 ആയിട്ട് മാറും. അങ്ങനെ കെയുടെ വാല്യൂ 10 ആകുമ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഈ ലൈനിലേക്ക് വരും. ഈ ലൈനിലേക്ക് വന്നിട്ട് എന്ത് സംഭവിക്കും? 10 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, 10 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് എറർ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എറർ ആയിട്ട് വരുന്നത്? ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ഈ എന്താണ് ഓപ്പറേഷൻ പോസിബിൾ അല്ല. പോയിന്റ് വാല്യൂവിനകത്ത് ഈ മോഡുലസ് ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനകത്ത് മോഡുലസ് ഓപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. മോഡുലസ് ഓപ്പറേഷൻ ഓൺലി ഇൻറ്റിജറിനകത്ത് മാത്രമേ പറ്റത്തുള്ളൂ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? ഇത് ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബി ആണ്, 1 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഇവിടെ എയുടെ വാല്യൂ 10 ആണ്. സോ എയുടെ വാല്യൂ 10 ആണ്. ബിയുടെയും സിയുടെയും വാല്യൂ കൂടെ കൂട്ടുമ്പോൾ 10 ആവും. 10 = 10 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ ഡിയിൽ വന്ന് സ്റ്റോർ ചെയ്യും. ഡി പ്രിന്റ് ചെയ്യുമ്പോൾ 1 പ്രിന്റ് ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ലോജിക്കൽ ഓർ റിലേഷണൽ എക്സ്പ്രഷൻ ഇൻ സി? സിക്കകത്ത് റിലേഷനോ ലോജിക്കലോ എക്സ്പ്രഷനോ റിസൾട്ട് നമ്മൾ പഠിക്കുമ്പോൾ തിയററ്റിക്കലി ട്രൂ ഓർ ഫാൾസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന അവസരത്തിൽ നമുക്കറിയാം 0 or 1 ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? 0 or 1, 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്നത്. ട്രൂ ഫോൾസ് ആണെങ്കിൽ 0 പ്രൊഡ്യൂസ് ചെയ്യും, ട്രൂ ആണെങ്കിൽ 1 പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? വാട്ട് വിൽ ദ ഫൈനൽ വാല്യൂ ഓഫ് ഡി ഇൻ ദ ഫോളോയിങ് സി കോഡ്? ഈ സി കോഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ ഫൈനൽ വാല്യൂ എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ വാല്യൂ 1 ആണ്. എങ്ങനെയാണ് ഫൈനൽ വാല്യൂ 1 വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ ഈസ് ഈക്വൽ ടു 10, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 5. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇൻറ്റു ഡി, ഇവിടെ നോക്കിയേ, ബി പ്ലസ് ഈസ് ഈക്വൽ ടു എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി പ്ലസ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സി ഈസ് ഈക്വൽ ടു എ. ഇവിടെ ബിയുടെ വാല്യൂ 5 ആണ്.
സിയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്, സിയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, 5 + 5 10 ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 10. സോ 10 ഈക്വൽ ടു 10 എന്ന് പറയുന്നത് എന്താണ്? ഡിയിലേക്ക് എന്ത് വാല്യൂ സ്റ്റോർ ആവും? ഡിയിലേക്ക് 1 സ്റ്റോർ ആവും അല്ലേ? ഇത് ട്രൂ അല്ലേ? 10 ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ട്രൂ അല്ലേ? സോ ഡിയിലേക്ക് 1 സ്റ്റോർ ആവും. 1 സ്റ്റോർ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? എന്തായിരിക്കും? 1 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബി വന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? ഈ സി കോഡിൻ്റെ ഔട്ട്പുട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും സി കോഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇതിൻ്റെ ഔട്ട്പുട്ട് എ ആണ്. എങ്ങനെയാണ് 5 1 വന്നത് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ എ ബി സി 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നോട്ട് എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് എ നോട്ട് ഈക്വൽ ടു ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ 10ൽ നിന്നും എന്താക്കി മാറ്റി? എയുടെ വാല്യൂ 10ൽ നിന്നും എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. 10 ഒരു വാല്യൂവിനെ നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 0 ആക്കി മാറ്റുക എന്നുള്ളത്. 0 നോട്ട് ചെയ്യുക, 1 ആക്കുക. 0 അല്ലാത്ത ഏതൊരു വാല്യൂവിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി മാറും. അപ്പം 0 നോട്ട് ഈക്വൽ ടു ബി, ബിയുടെ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ ഇവിടെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു നോട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നോട്ട് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ എയുടെ വാല്യൂ അല്ലെങ്കിൽ എ എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യുന്നു? നോട്ട് ആക്കുന്നു അല്ലേ? 0 ആക്കി മാറ്റുന്നു. 0 ആക്കി മാറ്റുന്നു. എന്നിട്ട് 0 നോട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല കേട്ടോ. എയിലേക്ക് തന്നെ റീറൈറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് 0 ആക്കുന്നു. എന്നിട്ട് ഇവിടെ ബിയുടെ വാല്യൂ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ എഫക്റ്റും ഇവിടെ ഉണ്ടാവുന്നില്ല. ഇത് വെറുതെ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നൊന്നുമില്ല, റീറൈറ്റ് ചെയ്യപ്പെടുകയൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നോക്കി, അതേ നോട്ട് എ നോട്ട് സി, നോട്ട് എ നോട്ട് സി എന്ന് പറയുമ്പോൾ തന്നെ നോട്ട് എ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? 0 ആവും. വീണ്ടും ആ 0യെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 ആകും. ആ 1 ആയിരിക്കും സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും 1 ആയിരിക്കും സിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എന്നിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ബിയുടെ വാല്യൂ ആയിട്ടുള്ള 5ഉം സിയുടെ വാല്യൂ ആയിട്ടുള്ള 1ഉം പ്രിന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായി. ചിലപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ വെറുതെ എഴുതി വെച്ചേക്കുവാണ്, ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ ഒരു എഫക്റ്റും ചെയ്യാത്ത ഒരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനാണ് നോക്കേണ്ടത്. നോട്ട് എ എന്ന് പറയുമ്പോൾ 0 അല്ലാത്തൊരു വാല്യൂ ആയതുകൊണ്ട് അതിനെ 0 ആക്കും. അതിനെ എഗെയിൻ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് 1 ആയിട്ട് മാറും. 1 ആയിട്ട് മാറുമ്പോൾ ആ സിയിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും? 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 5 1. ഓക്കെ ആണല്ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് കാസ്റ്റിംഗ് ഈസ് അക്സെപ്റ്റഡ് ബൈ സി? അതായത് ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ പഠിച്ചാണ്. ടൈപ്പ് പ്രൊമോഷനും ഉണ്ട്, അതുപോലെ ടൈപ്പ് കാസ്റ്റിംഗും ഉണ്ട് അല്ലേ? അതായത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ചെറിയ ഡാറ്റ ടൈപ്പിൽ നിന്ന് വലിയ ഡാറ്റ ടൈപ്പിലേക്ക് കമ്പൈലർ തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനാണ്. അത് അതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു യൂസറിന്, ഒരു പ്രോഗ്രാമറിന് വേണമെങ്കിൽ ഡാറ്റ ടൈപ്പ് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള കൺവേർഷൻ ഇവിടെ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സി ആണ്. വൈഡനിങ്ങും പറ്റും, നാരോയിങ്ങും പറ്റും. അതായത് ടൈപ്പ് കാസ്റ്റിങ്ങും അതേപോലെ ടൈപ്പ് പ്രൊമോഷനും. ഓക്കെ ആണല്ലോ? ഈ 2 കാര്യങ്ങളും ഇവിടെ നടക്കും. അതാണ് ഇവിടെ വൈഡനിങ്ങും നാരോയിങ്ങും എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? ഈ സി കോഡിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ ഈനം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എന്താ പറയുന്നത്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കളർ എന്ന് പറയുന്ന പേരിൽ. എന്നിട്ട് അതിൻ്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളർ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ്. സി ഈസ് ഈക്വൽ ടു യെല്ലോ. സി ഈസ് ഈക്വൽ ടു യെല്ലോ എന്ന് പറയുമ്പം ഇവിടെ യെല്ലോ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഈ ആദ്യത്തെ പൊസിഷനിൽ 0 1 2. അപ്പോൾ യെല്ലോ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻറ്റിജർ വാല്യൂ വെച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാമിനകത്ത്. ഇതെല്ലാം ഇൻറ്റിജർ വാല്യൂസിന് കൊടുക്കുന്ന ഓരോ പേരുകൾ മാത്രമാണ് കേട്ടോ. ഈനമിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്തും ഡാറ്റയും അതൊരു ഇൻറ്റിജർ വാല്യൂവിനെ, ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് 0 1 2 എന്ന് ഓട്ടോമാറ്റിക്കലി ഇതിനെല്ലാം വാല്യൂ അസൈൻ ചെയ്യും. ഈ കൊടുത്തിരിക്കുന്ന പേരുകൾക്കെല്ലാം വാല്യൂ അസൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ യെല്ലോ സിയിലേക്ക് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിലേക്ക് സ്റ്റോർ ആവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെല്ലോ എന്ന് പറയുന്ന വാക്കായിരിക്കത്തില്ല സ്റ്റോർ ആവുന്നത്, 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. സോ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? ആ 2 എന്ന് പറയുന്ന ആ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദ പ്രോഗ്രാം പ്രിന്റ്? ഈ പ്രോഗ്രാമിൽ നിന്ന് എന്താണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഇതിൽ നിന്ന് ഒന്നും തന്നെ പ്രിന്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒന്നെങ്കിൽ എറർ ഉണ്ടായിരിക്കണമായിരുന്നു, പക്ഷേ എറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഇവിടെ നോക്കുക, ഈ പ്രോഗ്രാമിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ബ്ലോക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇതിനകത്ത് ഒരു മെയിൻ ബ്ലോക്ക്, അതേപോലെ ഒരു സബ് ബ്ലോക്ക്, ഒരു ഇന്നർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഈ ഔട്ടർ ബ്ലോക്കിനകത്ത് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഐ എന്ന് പറയുന്ന വേരിയബിൾ 2 ആണ്. ഇന്നർ ബ്ലോക്കിനകത്ത് ഐ ഉണ്ട്, ജെ ഉണ്ട്. ഐ ഉണ്ട്, ജെ ഉണ്ട്. ഇന്നർ ബ്ലോക്കിനകത്ത് ഐ ഉണ്ട്, ജെ ഉണ്ട്. ഓക്കെ, ഐയുടെ വാല്യൂ 4, ജെയുടെ വാല്യൂ 5. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ ഐയും ജെയും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നർ ബ്ലോക്കിനകത്ത് ഐയുടെ വാല്യൂ 4, ജെയുടെ വാല്യൂ 5 ആണ്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്തത്? 4 എന്നും അതേപോലെ തന്നെ 5 എന്നും പറയുന്ന വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെന്താണ്? ഇവിടെ വന്നിട്ട് ഐയും ജെയും ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, അല്ലേ? ഐയും ജെയും ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ ഐയും ജെയും പ്രിന്റ് ചെയ്യാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഔട്ടർ ബ്ലോക്ക് എപ്പോഴും ഈ പ്രിന്റ് കിടക്കുന്ന ഔട്ടർ ബ്ലോക്കിനകത്താണ്. ഔട്ടർ ബ്ലോക്കിനകത്ത് പ്രിന്റ് കിടക്കുമ്പോൾ ഔട്ടർ ബ്ലോക്കിനകത്ത് ഐ മാത്രമേ ഉള്ളൂ. ജെ ഉണ്ടോ? ഇല്ല. ഇന്നർ ബ്ലോക്കിൽ കിടക്കുന്ന ഡേറ്റകളെ ഒരിക്കലും ഔട്ടർ ബ്ലോക്കിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നർ ബ്ലോക്കിൽ എന്ത് ചെയ്യാം? ഔട്ടർ ബ്ലോക്കിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അതിനെ സ്റ്റാറ്റിക് സ്കോപ്പിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റിനകത്ത് വിശദമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഔട്ടർ ബ്ലോക്കിലെ വേണമെങ്കിൽ ഐയെ ഇങ്ങോട്ട് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഔട്ടർ ബ്ലോക്കിൽ നിന്ന് ഇന്നർ ബ്ലോക്കിലേക്ക് വാല്യൂനെ എടുക്കാമായിരുന്നു. പക്ഷേ ഇന്നർ ബ്ലോക്കിലാണ് ജെ കിടക്കുന്നത്. ഒരു കാരണവശാലും ഈ ബ്ലോക്കിന് പുറത്തേക്ക് അതിനെ എടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ ജെ ഇവിടെ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്പൈലേഷൻ എററാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എറർ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒന്നും തന്നെ പ്രിന്റ് ചെയ്യത്തില്ല. ഇവിടെ കമ്പൈലേഷൻ എറർ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്പൈലേഷൻ എറർ സെലക്ട് ചെയ്യാമായിരുന്നു. അതില്ല, നൺ ഓഫ് ദിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ ഒരു കാര്യവും പ്രിന്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഹൗ മെനി ടൈംസ് ഐ വാല്യൂ ഇസ് ചെക്ക്ഡ് ഇൻ ദ ഫോളോയിങ് സി കോഡ്? സി കോഡിനകത്ത് ഐ വാല്യൂ എത്ര തവണ ചെക്ക് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 തവണ ചെക്ക് ചെയ്യും. കാര്യം ഐയുടെ വാല്യൂ ആദ്യം എന്താണ്? 0 ആണോ എന്ന് ചെക്ക് ചെയ്യും, അല്ലേ? 0 ലെസ് ദാൻ 3 ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 1 ലെസ് ദാൻ 3 ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 2 ലെസ് ദാൻ 3 ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 3 ലെസ് ദാൻ 3 ചെക്ക് ചെയ്തിട്ടാണ് ഇത് കണ്ടീഷൻ ഫോൾസ് ആണെന്ന് കാണുമ്പം എക്സിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എത്ര തവണ വർക്ക് ചെയ്യും? 4 തവണ ചെക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. വാട്ട് വിൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. A6 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുക, ഒരു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ നടത്തിയിരിക്കുന്നു. ആ ഫംഗ്ഷൻ കോളിനകത്ത് ഇവിടെ ഫംഗ്ഷൻ കോളിലേക്ക് വരുന്നു. എന്നിട്ട് സ്റ്റാറ്റിക് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തവണ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ വേരിയബിൾ എന്ത് ചെയ്യത്തുള്ളൂ? ഡിക്ലറേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. ആ സ്റ്റാറ്റിക് വേരിയബിളിനകത്തേക്ക് 5 സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 5ൻ്റെ വാല്യൂ 6 ആയിട്ട് മാറുന്നു. എന്നിട്ട് ആ 6 പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 6 എന്നായിരിക്കും ആദ്യം പ്രിന്റ് ചെയ്യുന്നത്. എഗെയിൻ തിരിച്ചു വന്നിട്ട് ഫംഗ്ഷൻ കോൾ നടക്കുന്നു. വീണ്ടും ഇവിടെ ഈ ഒരു സ്റ്റാറ്റിക് ഒരു തവണ മാത്രമേ ഒരു വേരിയബിൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു തവണ മാത്രമേ ഈ വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സോ സ്റ്റാറ്റിക്കിൻ്റെ ഉണ്ടായതുകൊണ്ട്, ആ ലൊക്കേഷനകത്ത് ഉണ്ടായതുകൊണ്ട് എഗെയിൻ അത് ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. ഓൾറെഡി അതിനകത്തുള്ള വാല്യൂ 6 ആണ്. ആ 6നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 7 ആക്കുന്നു. 7 ആക്കിയിട്ട് അത് പ്രിന്റ് ചെയ്യുന്നു. സോ എന്താ സംഭവിക്കുന്നത്? 7 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ 6, 7 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങളൊരാൾ സംശയം ചോദിച്ചതാണ്. അപ്പം ഞാൻ ഇത് ഓൾറെഡി ഒരു ചോദ്യത്തിനകത്ത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സംശയത്തിനുള്ള ഉത്തരം. ഇവിടെ ചോദിച്ച സംശയം ഇതായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആണ്, അല്ലേ? നിങ്ങൾ ചോദിച്ചത് ഇത്രയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പം ഇതിനകത്ത് കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ ഓപ്പറേറ്റേഴ്സിനകത്ത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഓർ ഓപ്പറേറ്റർ ഉണ്ട്. ഇതിനകത്ത് ഈ ++i മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ++i മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം ആദ്യം പറയാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് D ആണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് D ആണ്. എന്തുകൊണ്ടാണ് D ഉത്തരം വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് അത് എന്താണ് D വരാനുള്ള കാര്യം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഐയുടെ വാല്യൂ 3, ജെയുടെ വാല്യൂ 2, കെയുടെ വാല്യൂ 0, എമ്മിന് വാല്യൂ ഇല്ല. എമ്മിലേക്ക് വാല്യൂ വരാൻ പോകുന്നത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ്. ഇവിടെ ഐയുടെ ++i എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ കൂടും. -3യുടെ കൂടെ ഒന്ന് കൂടി കഴിഞ്ഞാൽ -2 ആയിട്ട് മാറും, അല്ലേ? ഐയുടെ വാല്യൂ എത്ര ആയിട്ട് മാറി? -2 ആയിട്ട് മാറി. ഐയുടെ വാല്യൂ -2 ആയി. സോ -2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ വാല്യൂ ആണ്. അല്ലേ? എന്താണ് ട്രൂ? 0 അല്ലാത്ത എല്ലാ നമ്പറുകളെയും ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ -2 0 അല്ലാത്തൊരു നമ്പറാണ്. 0 അല്ലാത്തൊരു നമ്പർ ആയതുകൊണ്ട് അത് ട്രൂ ആയതുകൊണ്ട് ഇതിൽ നിന്നും ഇതിൻ്റെ റിസൾട്ട് എന്താവും? 1 എന്ന് പറയുന്ന റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എമ്മിലേക്ക് എന്ത് സ്റ്റോറായി? 1 സ്റ്റോറായി. എമ്മിലേക്ക് 1 സ്റ്റോറായി. വേറെ ഈ ഒരു അപ്ഡേഷൻ ഇവിടെ നടക്കുന്നില്ല. ഈ ++jയോ ++kയോ വർക്ക് ചെയ്യുന്നില്ല.
ഇനി ഇവിടേക്ക് വരുന്നു, ഇവിടേക്ക് വന്നിട്ട് നമ്മൾ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം -2 ആണ്, -2 ആണ്. ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, ജെയുടെ വാല്യൂന് മാറ്റമില്ല. കെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, കെയുടെ വാല്യൂന് മാറ്റമില്ല. എമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, 1 പ്രിന്റ് ചെയ്യുന്നു. സോ -2 2 0 1. സോ ആൻസർ ഡി ആണ്. അപ്പോൾ ഇവിടെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടായ സംശയം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഈ ആൻഡ് ഓപ്പറേറ്റർ ആദ്യം ചെക്ക് ചെയ്യാതെ ഓർ പ്രസിഡൻസിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ പ്രസിഡൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പഠിക്കുമ്പോൾ ആൻഡ് ഓപ്പറേറ്റർ കഴിഞ്ഞിട്ടാണ് ഓർ ഓപ്പറേറ്റർ വരുന്നത്. അപ്പം നമ്മുടെ ചോദ്യം, ഈ ആൻഡ് ഓപ്പറേറ്റർ ആയിരുന്നില്ലേ ആദ്യം വർക്ക് ചെയ്യേണ്ടത്? അങ്ങനെ ആൻഡ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലസ് ജെയും പ്ലസ് കെയും അവിടെ നടക്കേണ്ടതല്ലേ? അപ്പോൾ വേറൊരു റിസൾട്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ശരിയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ സി പ്രോഗ്രാമിനകത്ത് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഫീച്ചർ വർക്ക് ചെയ്യപ്പെടുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഓർ ഓപ്പറേറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുള്ള ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? ഇനി ഇപ്പുറത്തുള്ള ഇനി 0 വന്നാലും 1 വന്നാലും എന്തൊക്കെ വാല്യൂ വന്നാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇതിനകത്ത് ട്രൂ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ വെച്ച് നിർത്തുന്നത്. അതാണ് ഓർ ഓപ്പറേറ്ററിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഓർ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് എപ്പോൾ ട്രൂ ആവുന്നു അപ്പോൾ വെച്ച് എക്സിക്യൂഷൻ നിർത്തും. ആൻഡ് ഓപ്പറേറ്റർ എപ്പോഴാണ്? ആൻഡ് ഓപ്പറേറ്റർ എപ്പോഴും 0 ആവുന്നു അപ്പോൾ അവിടെ വെച്ച് എക്സിക്യൂഷൻ നിർത്തും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ ഇത് ആദ്യം തന്നെ നോക്കും. ഓർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു 1 കിട്ടി. ഇനി ഇപ്പുറത്തുള്ള ഒന്നും ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഒരു കമ്പൈലർ അല്ലെങ്കിൽ പ്രോഗ്രാം ആൻഡ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂഷൻ കുറച്ച് സ്പീഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ടെക്നിക്കാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇത് ലോജിക്കൽ ഓപ്പറേറ്റർ എവിടെ യൂസ് ചെയ്താലും ഇങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇനി ബ്രാക്കറ്റ് ഇട്ട് കൃത്യമായിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഓർഡർ ചെയ്യണം. കൃത്യമായിട്ട് ബ്രാക്കറ്റുകൾ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ബ്രാക്കറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഔട്ടർ ബ്രാക്കറ്റൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പരീക്ഷയുടെ 1 to 9 വരെയുള്ള ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.